ഞാനിവിടെ പറയുന്നത് മാധവിക്കുട്ടിയുടെ കോലാട് എന്ന കഥയാണ്. 1934 മാധവൻ നായരുടെയും നാലപ്പാട്ട് ബാലാമണി അമ്മയുടെയും മകളായി മാധവിക്കുട്ടി ജനിച്ചു. 2009 മെയ് 31 അന്തരിച്ചു. മാധവിക്കുട്ടി കമലാദാസ്, കമല സുരയ്യ എന്നീ പേരിൽ അവർ അറിയപ്പെട്ടു. എഴുത്തച്ഛൻ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, ഏഷ്യൻ പോയട്രി പ്രൈസ് ഒട്ടേറെ ബഹുമതികൾ ലഭിച്ചു. അവരുടെ പ്രധാന കൃതികൾ നഷ്ടപ്പെട്ട നീലാംബരി, നീർമാധവ പൂത്തകാലം, പക്ഷിയുടെ മണം, ചേക്കേറുന്ന പക്ഷികൾ. മാധവിക്കുട്ടിയുടെ കോലാട് എന്ന കഥ മാതൃത്വത്തെ മുൻനിർത്തി എഴുതിയ ഒരു കഥയാണ്. ആ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അവളുടെ 43ാമത്തെ വയസ്സിൽ അവളുടെ തമാശക്കാരനായ മൂത്ത മകൻ അവളോട് പറഞ്ഞു, നിങ്ങളെ കണ്ടാൽ ഒരു കോലാടിനെയാണ് എനിക്ക് ഓർമ്മ വരിക. ആ തമാശ കേട്ട് വീട്ടിലുള്ള എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ആ അമ്മയും ആ ചിരിയിൽ പങ്കുചേർന്നു. പക്ഷേ വൈകുന്നേരം എല്ലാവരും പുറത്തേക്ക് പോയപ്പോൾ ആ അമ്മ ഒരു കണ്ണാടി എടുത്ത് സ്വന്തം മുഖം ഒന്ന് നോക്കി വിഷമത്തോടെ. അവൾ തന്റെ ഈ ഒട്ടിയ കവിളുകൾ ഒന്ന് തുടുത്തുവെങ്കിൽ തന്റെ ജീവിതം കുറച്ചുകൂടി പൊരുത്തിപ്പെട്ടേനെ എന്നവൾ ചിന്തിച്ചു. താൻ യൗവനകാലത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അവൾ ചിന്തിച്ചു. പക്ഷേ അവൾക്ക് ചിന്തിച്ചു നിൽക്കാൻ സമയം കിട്ടിയില്ല. അടുപ്പത്ത് പാൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളച്ചു പോയാലോ? അവൾ അതിവേഗം അടുക്കളയിലേക്ക് ഓടി. രാത്രി വരെ തീരാത്ത പണിയുമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന 2 മെലിഞ്ഞുണങ്ങിയ കാലുകളാണ് അവർക്ക്. തീരെ മെലിഞ്ഞ് വെളുത്തൊരു ശരീരം. അവിടെ ഒടിവുകളുണ്ടോ എന്ന് തോന്നിപ്പോവും അവരെ കണ്ടാൽ. ഒട്ടും പഠിപ്പോ പരിഷ്കാരമോ ഒന്നുമില്ലാത്ത ഒരമ്മ. എങ്കിലും അവൾ ജീവിക്കുന്നത് മുഴുവൻ സ്വന്തം ഭർത്താവിനും മക്കൾക്കും വേണ്ടി മാത്രമാണ്. തുണികൾ അലക്കാനും അടിച്ചുവാരി വൃത്തിയാക്കാനും ഭക്ഷണം പാകം ചെയ്യാനുമുള്ള അവളുടെ കഴിവിനെ അവളുടെ ഭർത്താവും മക്കളും ഒക്കെ പുകഴ്ത്തും. അപ്പോൾ അവൾക്ക് വല്ലാതെ സന്തോഷം തോന്നും. തേഞ്ഞ പല്ലുകൾ കാട്ടി അവൾ ഒന്ന് ചിരിക്കും. ഒരു ദിവസം അവളുടെ ഇളയ മകൻ ഒരു നെല്ലിക്ക സ്കൂൾ വിട്ടു വരുമ്പോൾ ഒരു നെല്ലിക്ക ആ അമ്മക്ക് കൊണ്ടുവന്ന് കൊടുത്തു. ആ നെല്ലിക്ക കണ്ടപ്പോൾ അവൾക്ക് ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. അടുക്കള ചുമരിൽ ചാരി നിന്നുകൊണ്ട് അവർ കരഞ്ഞു. കാരണം എന്താ? തന്റെ മകന് തന്നോട് ഇത്രയധികം സ്നേഹമുണ്ടല്ലോ. അവൾ ആ ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ടേയിരുന്നു ആ നെല്ലിക്ക കണ്ടിട്ട്. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവന്റെ കണ്ണിലും അവൾ ഒരു പേർക്കോലമായി കണ്ടു തുടങ്ങി. ഒരു ദിവസം സ്കൂളിലെ ഡ്രാമയ്ക്ക് ഞാനും കൂടി ഒപ്പം വരട്ടെ എന്നവൾ ചോദിച്ചു. വേണ്ട, എനിക്ക് മോശമാവും അമ്മ വന്നാൽ. ഞാൻ സിൽക്ക് സാരി എടുക്കാലോ, കല്യാണത്തിന് വാങ്ങിയ സിൽക്ക് സാരി. അപ്പോഴും ആ മകൻ പറഞ്ഞു, വേണ്ട, അമ്മ വന്നാൽ ശരിയാകൂല. ഇത്രയധികം വീടിനെയും വീട്ടുകാരെയും സ്നേഹിച്ചിട്ടും എല്ലാവരും തിരസ്കരിക്കുകയാണ് അവര്. അവൾക്ക് പക്ഷേ സങ്കടങ്ങളുണ്ടെങ്കിലും അവൾ പരിഭവമൊന്നും പുറത്തേക്ക് കാണിക്കാറില്ല. ഒരിക്കലും അവൾ ക്ഷീണിച്ച് വീഴാറുമില്ല. പക്ഷേ ഒരു യന്ത്രം ഒരുപാട് ജോലി ചെയ്താൽ ആ യന്ത്രം തകരാറില്ലാവില്ലേ? അതുപോലെ അവൾക്കും പനിയും വയറുവേദനയും പിടിപെട്ടു. 10 ദിവസത്തോളം ശക്തമായ പനിയും വേദനയും. ഒടുവിൽ ഡോക്ടർ തന്നെ അവളോട് പറഞ്ഞു, ഇങ്ങനെ കിടത്തിയിട്ട് ഒരു കാര്യവുമില്ല, ആശുപത്രിയിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. അത് കേട്ട് പുസ്തകം മറിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പെട്ടെന്നൊന്ന് നടുങ്ങി. ഭർത്താവ് അവളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോവുകയാണ്. ആശുപത്രിയിലെ പരിചാരകർ വന്ന് ചക്രക്കസേരയിൽ ഇരുത്തി കൊണ്ടുപോകുമ്പോൾ ആ വേദനയിലും അവൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു, അയ്യോ, എന്റെ പരിപ്പ് കരിയുന്നുണ്ടെന്നാ തോന്നുന്നേ. അത് കേട്ട് അവളുടെ ഭർത്താവിന്റെ കണ്ണ് നിറഞ്ഞു. ഇതാണ് കഥ. ഇങ്ങനെയാണ് ആ കഥ അവസാനിക്കുന്നത്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് ചുറ്റും ഇതുപോലെ ഒരുപാട് അമ്മമാരുണ്ടാവും അല്ലേ? വളരെ ചെറിയൊരു കഥയാണ്. നിങ്ങളും അത് വായിക്കണം കേട്ടോ. മറ്റൊരാളുടെ വ്യാഖ്യാനങ്ങളില്ലാതെ ഈ കഥ നമുക്ക് വായിക്കാൻ പറ്റും. നന്ദി.